ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്യുന്ന ഓർത്തപ്പോ ഒരു നിമിഷം ഒന്ന് പതറിയെങ്കിലും കാര്യങ്ങള് കൈവെള്ളയിലേക്ക് ആക്കിയെടുത്തതിന്റെ അഹങ്കാരം ഒന്നും വേണ്ട സർ. എന്റെ വിഷ്ണുവേട്ടനെ കാണാതായതിന്റെ പേരിൽ ഈ നിൽക്കുന്ന അബൂബക്കറിന് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഏത് ചട്ടക്കൂടും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും ശാലിനി. നക്ഷത്രത്തിന്റെ എണ്ണവും വലിപ്പമുള്ള സുഹൃത്തുക്കൾ ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് വേറെ ഉണ്ട്. എന്നിട്ട് ഞാൻ അവരെ ആരെയും ഇതുവരെ തന്നോട് കണ്ടിട്ടില്ലല്ലോ. താൻ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നതാണോ അതോ സഹായിക്കാൻ വേണ്ടി വന്നതാണോ? എന്താടോ താനിപ്പോ ഉണ്ടാക്കിയ കുഴപ്പം? വിളിച്ചപ്പോ ഹെൽപ്പ് ചെയ്യണോന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. എന്താ ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യം? എടോ, തന്നോട് പറയാതെ ഞാനൊരു സാഹസം കാണിച്ചു. വിഷ്ണുവിനെ ആരും അറിയാതെ ഒന്ന് പൊക്കി. എന്നിട്ടടോ താൻ വല്ലതും ചെയ്ത് ആള് കാഞ്ഞു പോയോ? അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറയണം. ക്രിമിനൽ കുറ്റത്തിന് കൂട്ടുന്നാലും മതി, ചോദ്യവും പറച്ചിലും ഇല്ലാതെ പിടിച്ചകത്തിടും. എന്റെ ഇതുവരെയുള്ള സർവീസും ബ്ലോക്കാക്കും. എടോ, താൻ ഇങ്ങനെ അറക്കും മുമ്പ് പിടക്കല്ലേ. ചേടാ, കാര്യങ്ങൾ പറഞ്ഞു തീരട്ടെ. വിഷ്ണുവിനെ ഞാൻ പിടിച്ചുകൊണ്ടുവന്നിട്ടതാണ്. അതിനെന്നെ സഹായിച്ചതോ ഒരു വാടക കൊലയാളിയാ, ഡാനിയൽ. ഒരു മുറിയിൽ വിഷ്ണുവിനെ കെട്ടിയിട്ടിരുന്നു. എടോ, അതൊക്കെ എനിക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ വിഷയം എന്താ? താൻ അത് പറ. വിഷ്ണുവിനെയും കാണാനില്ല, ആ ഡാനിയലിനെയും കാണാനില്ല. ഇത്രേ ഉള്ളോ കാര്യം? അതിനിത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? വിഷ്ണുവും ഡാനിയലും തമ്മിൽ താൻ അറിയാതെ ഒരു ഡീൽ ഉറപ്പിച്ചു. അവന്മാര് പോകാൻ നേരത്തെ തന്നെ കാണാതിരുന്നത് ഭാഗ്യമായി. അല്ലെങ്കിലേ തന്നെ അവരെ തീർത്തിട്ട് പോയനെ. ഏയ്, വിഷ്ണു ചതിക്കുമായിരിക്കും, പക്ഷെ ഡാനിയല് അവൻ ഈ തൊഴിലിൽ ചതി കാണിക്കുവോ? എടോ, പിടിച്ചുവരെയും വ്യഭിചാരം കൈമുതലാക്കി കൊണ്ടു നടക്കുന്നവൻ ചതിക്കുമോ എന്നോ? വെറുതെ അല്ലടോ തന്നെ എല്ലാവരും ഇട്ട് തട്ടിക്കളിക്കുന്നത്. നിൽക്കാനും നിർത്താനും അറിയാവുന്നവർക്ക് ഇതുപോലുള്ള ടീമുമായി മുട്ടാൻ പറ്റൂ. ഇല്ലെങ്കിലേ തോറ്റുപോകും. ഇതിപ്പോ ആരാണാവോ? മാഡം, നമ്മൾ അന്വേഷിക്കുന്ന അബൂബക്കറാ നിൽക്കുന്നത്. വണ്ടി നിർത്ത. എനിക്ക് അബൂബക്കറിൽ നിന്നും ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഞാൻ നിങ്ങളെ തിരക്കി വരുമായിരുന്നു. ജില്ലാ കലക്ടർ വണ്ടി നിർത്തിയപ്പോ തന്നെ എന്തോ ഗൗരവമുള്ള കാര്യമാണെന്ന് മനസ്സിലായി. മാഡത്തിന്റെ ഭർത്താവ് വിഷ്ണുവായിട്ട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് വല്ല ശത്രുതയുണ്ടോ? ശത്രുതയെന്ന് പറയാൻ പറ്റില്ല സർ. എന്റെ മകനെ കാണാതായതിന്റെ പിന്നിൽ പലരെയും സംശയിച്ചു, ആ കൂട്ടത്തിൽ വിഷ്ണുവിനെയും. പക്ഷേ അതിന്റെ പേരിൽ ഇതുവരെ ചോദ്യവും പറച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. ചോദ്യവും പറച്ചിലൊന്നും ഉണ്ടായില്ലെങ്കിലും ആളിപ്പോ മിസ്സിംഗ് ആണ്. സംശയം വന്നു നിൽക്കുന്നതേ നിങ്ങളില്ല. എന്റെ നേരെ സംശയമുണ്ടെന്ന് പറയുന്നു. അതിനെന്തെങ്കിലും തെളിവ് വേണ്ടേ സാറേ? അല്ലാതെ ഒരാളെ പേരിൽ സംശയം ആരോപിക്കുന്നത് ശരിയാണോ? തെളിവില്ലെന്ന് ആര് പറഞ്ഞു? എന്റെ അച്ഛനോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ വിഷ്ണുവേട്ടനെ ഇല്ലാതാക്കുമെന്ന്. അങ്ങനെ എന്നെ വിധവയാക്കുമെന്ന്. അവനെ ഞാൻ തീർക്കും. നിന്റെ മകൾ ശാലിനി വിധവയായി മാറുന്നത് നീ കൺകുളിർക്കെ കാണണം. ഇതിൽ കൂടുതൽ എന്ത് തെളിവാ നിങ്ങൾക്കെതിരെ വേണ്ടത്? അത് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് ഗോപാലകൃഷ്ണനോട് പറഞ്ഞതല്ലേ. അതൊക്കെ ചെയ്യാൻ വേണ്ടി പറയുന്നതാണോ? എന്റെ മകൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയാ. ആ സംഭവത്തിന്റെ പേരിലെ
തന്നെ ഞങ്ങൾ അങ്ങ് പൊക്കാൻ പോവാ. ചുമ്മാ ഒരു അറസ്റ്റ്. കൈയും കെട്ടിയ അനുസരണയോടെ വണ്ടിയിൽ കയറിയ ഒരു ബലപ്രയോഗം നമുക്ക് ഒഴിവാക്കാം. വല്ലവരെയൊക്കെ വല്ലയിടത്തും കാണാതായതിന് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാ? എനിക്കതാ മനസ്സിലാവാത്തത്. കാണാതായിരിക്കുന്നതേ എന്റെ ഭർത്താവിനെയാ. നിങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞ വിഷ്ണുവേട്ടനെ. അറസ്റ്റിനുള്ള കേസ് ഒപ്പിക്കുന്ന കാര്യം, കളക്ടറെ അധിക്ഷേപിച്ച് സംസാരിച്ചതിന്, കളക്ടറുടെ അച്ഛനെ ഭീഷണിപ്പെടുത്തിയതിന്, എല്ലാം കൂടി കുറച്ചു ദിവസം അകത്ത് കിടക്കാനുള്ള വകുപ്പ് വാങ്ങിച്ചു തരാം. എന്താ പോരെ? റസാഖ്, അറസ്റ്റ് ചെയ്യാ. പിടിച്ച് വണ്ടി കയറ്റി സാർ. ഏയ്, നടക്കടോ. എന്നെ വിട്. എന്തുവാ ഈ കാണിക്കുന്നത്? സർ, എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇയാൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്? FIR-ഓ റിട്ടേൺ കംപ്ലൈന്റോ വല്ലതും ഉണ്ടോ? സർ, കാണാതായിരിക്കുന്ന വിഷ്ണുവായിട്ട് ഇയാൾ കടുത്ത ശത്രുതയിലായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇയാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ? ഇയാളെ മാത്രമാണോ അതോ വിഷ്ണുമായി ശത്രുതയുള്ള എല്ലാവരും അറസ്റ്റ് ചെയ്യുമോ നിങ്ങൾ? സർ, സാഹചര്യ തെളിവുകൾ. എന്ത് സാഹചര്യ തെളിവാണോ നിങ്ങളിലുള്ളത്? വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ എന്ത് കോഗ്നിസബിൾ ഒഫൻസ് ആണോ ഇയാൾക്കെതിരെ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇയാൾ കൊലപാതകം ചെയ്ത് നിങ്ങൾ കണ്ടോ? ഇല്ലെങ്കിൽ ചെയ്തു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? ഇതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ. മറ്റൊന്ന് പ്രിവെന്റീവ് അറസ്റ്റ്. ഇയാൾ കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾക്കൊരു മുൻകരുതൽ പോലെ ഇയാൾ അറസ്റ്റ് ചെയ്യാം. പക്ഷേ അയാൾ അതിനുവേണ്ടി ശ്രമിക്കണം. അങ്ങനെ ഒരു ശ്രമവും ഇയാളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ആരോപിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഈ പ്രഹസനത്തിന്റെയൊക്കെ കാര്യം എന്താ റസാക്കേ? മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി നിയമവും നിയമവശവും നോക്കാതെ എടുത്തിയാടിയാലുണ്ടല്ലോ, കാക്കി മാറ്റി വെച്ച് വീട്ടിയിരിക്കേണ്ടി വരും കൊച്ചുങ്ങളെ നോക്കി. അതല്ലെങ്കിൽ കൊച്ചുങ്ങളില്ലെങ്കിൽ തള്ളെ നോക്കിയിരിക്കേണ്ടി വരും. പക്ഷേ ഈ തലേ തൊപ്പി ഉണ്ടാവത്തില്ല. ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്യുമെന്ന് ഓർത്തപ്പോ ഒരു നിമിഷം ഒന്ന് പതറിയെങ്കിലും കാര്യങ്ങൾ കൈവെള്ളയിലേക്ക് ആക്കിയെടുത്തതിന്റെ അഹങ്കാരം ഒന്നും വേണ്ട സർ. എന്റെ വിഷ്ണുവേട്ടനെ കാണാതായതിന്റെ പേരിൽ ഈ നിൽക്കുന്ന അബൂബക്കറിന് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഏത് ചട്ടക്കൂടും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും ശാലിനി. അതിന് ഈ ജില്ല ഭരിക്കുന്ന കളക്ടറുടെ സ്ഥാനമാനങ്ങൾ ഒന്നും വേണ്ട എനിക്ക്. കാരണം ഞാനൊരു ഭാര്യയാണ്, അദ്ദേഹത്തിന്റെ കുട്ടികളുടെ അമ്മയാണ്. കാണാതായിരിക്കുന്നതേ എന്റെ ഭർത്താവിനെയാ. ഈ രാജ്യത്തെ ഏതൊരു വ്യക്തിക്കും കിട്ടുന്ന പരിഗണന മാത്രമേ ഞാനും ആവശ്യപ്പെടുന്നുള്ളൂ. ഒരാളെ കാണാതായാൽ സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നേ ഉള്ളൂ. അയാൾക്കെതിരെ ക്രിമിനൽ തെളിവുകൾ ഉണ്ടാവുകയും ചെയ്താൽ, അയാൾക്കെതിരെ ഞാനൊരു ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്താൽ കുടുങ്ങുന്നത് ആരൊക്കെ ആയിരിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.